ഹലോ, ഇത് നമ്മളെ കൊപ്പത്തുള്ള നൗഫൽ ഡോക്ടറെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഡോക്ടറോട് തന്നെ നമുക്ക് നമ്മളതിൽ എങ്ങനെ ഡോക്ടർ എത്തിയത് എന്നുള്ളത് നമ്മൾ ചോദിക്കാം. പിന്നെ ഡോക്ടറെ, നിങ്ങൾ സോഫ ലാബിൻ്റെ അടുത്ത് ഈ ഒരു സോഫൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എത്തിയത്? ആര് ത്രൂ ആണ് എത്തിയത്? അതെ, ഞാൻ ഏകദേശം ഒരു 4-5 വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ 1-2 വീടുകൾ പിന്നെ നമ്മളെ രവിശങ്കർ എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റ്, ഹൈലൈറ്റിൻ്റെ ആർക്കിടെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആ വർക്ക് കണ്ട സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു വർക്ക് വീട് പണി തുടങ്ങുകയാണെങ്കിൽ ഏതായാലും രവി സാറെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നുള്ള. കാരണം അയാളുടെ ആ സിംപ്ലിസിറ്റി, അതുപോലെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എവിടെയും കാണാത്ത രീതിയിലുള്ള പുതിയ കാര്യങ്ങൾ പുതിയ പരീക്ഷിക്കാനുള്ള ഒരു ഉള്ളിലുണ്ട് സാറിന്. കുറേ കഴിവുകളുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ക്ലയൻറ്റിനെ കിട്ടുമ്പോഴാണ് ഏത് ആർക്കിടെക്റ്റിനാണെങ്കിലും ഏത് വർക്കേഴ്സിനാണെങ്കിലും അതിന് ക്ലയൻറ്റ് വില്ലിങ് ആവണം. അപ്പോഴാണ് അവർക്കൊരു പുതിയ എല്ലാം നമ്മൾ സ്വന്തം വീട്ടിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ സാറിന് ആ ഫ്രീഡം കൊടുത്തു. അപ്പോൾ ആ ഫ്രീഡം കൊടുത്തപ്പോൾ സാറ് ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു പെർഫെക്ഷനിൽ എത്തണം എന്നുള്ളത്. കാരണം ഇത് പണി നടക്കുന്ന സമയത്ത് ഓരോ ആളുകൾ ഇത് കാണാൻ വരുമ്പോൾ ഇതെന്താ തേക്കാൻ ബാക്കിയുണ്ട്, കുറേ ബാക്കിയുണ്ട്, നമ്മൾ കുറേ ക്രിറ്റിസിസം കേൾക്കും. കാരണം നമ്മൾ ഒരു റഫ് വർക്കാണിത്, കുറേ ഭാഗത്ത് കോൺക്രീറ്റ് അതേപോലെ ഫിനിഷ് ചെയ്ത്. അപ്പോൾ നമുക്ക് ആ ആർക്കിടെക്റ്റിന് ആ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ഒരു എൻഡ് റിസൾട്ട് നന്നാവും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഞാൻ ആർക്കിടെക്റ്റ് എന്നോട് പറയും, അത് എനിക്കും കൺവിൻസ് ആയെങ്കിൽ മാത്രമേ ഞാൻ അത് പ്രൊസീഡ് ചെയ്യുള്ളൂ. പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളെ എനിക്ക് മീറ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് എത്തിയപ്പോൾ, സോഫ സെറ്റ് ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അതിലെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള സർവീസ് നല്ല രീതിയിലുള്ള എന്നോട് പറഞ്ഞു, ഇവരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് കിട്ടും, പക്കായിരിക്കും. പക്ഷെ ഇത് കണ്ടതിന് ശേഷം പല ആളുകളും എൻ്റെ ഫ്രണ്ട്സും ഇവരൊക്കെ വന്ന് വളരെ ഇപ്പോൾ ഒഫീഷ്യൽ ഫംഗ്ഷൻസ് കഴിഞ്ഞില്ല, പക്ഷെ ഇപ്പോഴേ കണ്ടപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആയിരിക്കും അല്ലേ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഫിനെ പറ്റിയിട്ട് അവരൊക്കെ ഫർണിച്ചറൊക്കെ ഇമ്പോർട്ടഡ് ആണ്, എവിടുന്നാണ് നല്ല എവിടെയും കാണാത്ത സ്റ്റൈൽ എന്നുള്ള അത് കാണുമ്പോഴേ ഇങ്ങോട്ട് ആദ്യം സോഫിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മുടെ നാട്ടിൽ ഇത്രയും കഴിവുള്ള ആളുകൾ ഉണ്ട് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം. ഏതായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഈ വർക്കിൽ. പിന്നെ രവി സാറെ പറ്റി എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ചില ആർക്കിടെക്റ്റുമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സെലക്ഷന് പെട്ടെന്ന് കഴിയും. പക്ഷേ രവി സാർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം വേണം. അത്രയും ടൈം പറഞ്ഞാൽ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര അയച്ച് വിട്ട് കഴിഞ്ഞാൽ മൂപ്പര അത്രക്കും നന്നായിട്ടാണ് ആ ഒരു പ്രൊജക്റ്റ് തീർക്കുക. പക്ഷെ പല ആൾക്കാരും മൂപ്പര പല ഭാഗത്തെത്തുമ്പോൾ പിടിക്കുക ചെയ്യുക, അതായത് അത് വേണ്ട ഇത് വേണ്ട എന്നുള്ളത്. അതിൽ അവർക്ക് കഴിവ് തെളിയിക്കാൻ പറ്റൂല. അതായത് ഞാൻ മനസ്സിലാക്കി എടുത്തുള്ളൂ. ഇപ്പോൾ ഈ പെയിൻറ്റിങ് ആണെങ്കിലും ഞാൻ എന്താ ചെയ്തു വെച്ചാൽ സാറിൻ്റെ കംഫർട്ടാണ് ഞാൻ നോക്കിയത്. സാറിന് ആരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചാൽ സാറ് വിചാരിച്ച റിസൾട്ട് കിട്ടുമെന്ന് മാത്രമേ നോക്കിയുള്ളൂ. അത് പെയിൻറ്റിങ് ആണെങ്കിലും ടൈൽ വർക്ക് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒക്കെ ഞാൻ സാറിൻ്റെ സ്ഥിരം വർക്ക് ചെയ്യുന്ന ടീമിനെ കൊണ്ട് ഞാൻ ലേബറിനാണ് ചെയ്യിച്ചത്. അതാണ് ഞാൻ ചെയ്തത്. കാരണം അവർക്കുള്ള ഫ്രീഡം കൊടുത്തത്. കാരണം സാറ് വിചാരിക്കുന്ന രീതിയിൽ ചെയ്യുന്ന പണിക്കാരെ ആവണം. നമ്മുടെ നാട്ടിൽ പണിക്കാരുണ്ട്, അത് ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ സാറിന് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവണം, എങ്കിൽ മാത്രമേ സാറ് വിചാരിച്ച റിസൾട്ട്. അപ്പോൾ ചില വാളുകളൊക്കെ പെയിൻറ്റിങ് 3-4 തവണ സാറ് റിപ്പീറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ ആ പെയിൻറ്റർക്ക് പ്രോബ്ലം ഇല്ല, കാരണം അയാൾക്ക് അറിയാം, കാരണം എൻ്റെ റിസൾട്ട് നന്നാവുന്ന അവരും അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിനെ ലാഭം നോക്കിയിട്ടോ അല്ലെങ്കിൽ പിന്നെ കോൺട്രാക്ടർ പെയിൻറ്റർക്ക് ലാഭം നോക്കിയിട്ട് അങ്ങനെ സാറിന് ഒരു വിഷൻ ഉണ്ട്, ഒരു കൺസെപ്റ്റിൽ ഒരു മനസ്സിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് എത്തുന്നവരെ ചെയ്യും. അതാണ് രവി സാറ്. പിന്നെ ഡോക്ടറെ, പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ പറ്റി ഇപ്പോൾ സോഫ ലാബിൻ്റെ പ്രോഡക്റ്റ് കുറച്ച് റേറ്റ് കൂടുതലാണ്. സാധാരണ ഇപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ തന്നെ അറിയാം, 2-3-4 കൊട്ടേഷൻ എടുത്തില്ല, അതിൽ ഏറ്റവും റേറ്റ് കൂടുതൽ നമ്മൾ എടുത്താണ്. ആ ഒരു റേറ്റിനുള്ള പ്രൊഡക്റ്റും സർവീസും ഞങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ആ ഒരു റേറ്റിനുള്ള പ്രോഡക്റ്റ് ഉണ്ടോ? ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു ലാബുണ്ട്, ഒരു സോഫയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, കുഞ്ഞിപ്പ എന്നാണ് പേര് പറഞ്ഞിങ്ങനെ, കോട്ടക്കലാന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു സാധാരണ നമ്മളൊക്കെ നാട്ടിൽ ചെയ്യുന്ന ഒരു സാധാരണ ഒരു കുഞ്ഞിപ്പായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങളാ ഇത് നമ്മൾ സാധനം സെലക്ട് ചെയ്ത് പോയിട്ട് അത് പ്രസന്റ് ചെയ്ത രീതി, പിന്നെ ഒന്നുമല്ല നമുക്കൊന്നും പറയാനുണ്ടാവില്ല. കാരണം നിങ്ങൾ എത്രത്തോളം ഈ ഫീൽഡിൽ അപ്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളിതിൽ ഡേ ടു ഡേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതൊന്ന് തെളിയിക്കും. കാരണം നിങ്ങൾ ഇത്രയും ഒരു ലെവലിലുള്ള ഒരാൾ ഇത്രയും പഠിച്ച് ഇത്രയും പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതാണ് നിങ്ങളുടെ വളർച്ച. നിങ്ങൾ ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വലിയ വലിയ വർക്കുകൾ കിട്ടുന്നത്. ഇനിയും അത്തരത്തിലുള്ള വർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ.